ഹായ് ഓൾ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നതാണ് എൻ്റെ ഈ ഒരു മെഷീനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരുമെന്നുള്ളത്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മെഷീൻ വരുന്നത് സിംഗറിൻ്റെ ഫാഷൻ മേക്കർ 8280 മോഡൽ വരുന്നത്. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന ടൈമിൽ അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന ടൈമിലൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീന് ഞാൻ പെരിന്തൽമണ്ണെന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 15,750 റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ റേറ്റ് അത്യാവശ്യം കുറവാണ് കാണുന്നത്. ഞാൻ കടയിൽ പോയിട്ട് നേരിട്ട് നോക്കിയിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കടയിൽ പോയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു 15,750 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ നല്ല കുറവ് കാണുന്നുണ്ട്. സിംഗറിൻ്റെ ഫാഷൻ മേക്കർ 8280 മോഡൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓവർലോക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ മോഡൽ സ്റ്റിച്ചുകളാണ് പറ്റുക, അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയണ രൂപത്തിലൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു ഇത്രയും സ്റ്റിച്ചുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓവർലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബട്ടൺ പിടിപ്പിക്കാനുള്ളത്, അങ്ങനെ പിന്നെ മോഡലായിട്ടുള്ള ഇത്രയും സ്റ്റിച്ചാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. നോർമലായിട്ടുള്ള സ്റ്റിച്ചുണ്ട്, പിന്നെ ഈ ഒരു ബട്ടൺ ഹോള്, ഓവർലോക്ക്, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കി കൊടുക്കൽ. 1, 2 ഇങ്ങനെ 4 വരെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് കണക്കാക്കി കൊടുക്കാം. ഒക്കെ നമ്മൾ ഓരോ മോഡലും സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ നമ്മൾ നൂലിടുക. അതുപോലെ തന്നെ ബോബിനിൽ നൂല് ചുറ്റുക ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. നൂലിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഹോൾ വഴി എടുത്ത് ബോബിനിൽ ചുറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് അങ്ങോട്ട് നീക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പറ്റുന്ന പോലെ ഒരു വീഡിയോ ആക്കി ചെയ്ത് കാണിച്ചു തരണ്ടേ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സംശയമായിരുന്നു, കറണ്ടിലാണ് വർക്ക് ചെയ്യിപ്പിക്കുക. കറണ്ടിൽ അതുപോലെ തന്നെ കറണ്ട് ഇല്ലെങ്കിലും ഇൻവെർട്ടറിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഓണും ഓഫും ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൾബിൽ ലൈറ്റ് വരും. സാധാരണ മെഷീൻ യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഒരു മെഷീനും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങുന്ന ടൈമിൽ അവർ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഐഡിയാസും പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിലും തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പെഡലാണിത്. ഇതിലിങ്ങനെ ചവിട്ടി കൊടുത്താലാണ് നമ്മളെ മെഷീന് വർക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അറ്റത്ത് പോയി ചവിട്ടാതെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഒന്ന് ചവിട്ടിയിട്ടൊക്കെ നമ്മളൊന്ന് അടിച്ച് നോക്കുക. അതിൻ്റെ അറ്റത്ത് ചവിട്ടുമ്പോൾ സ്പീഡിൽ പോകും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് സാധാരണ മെഷീനെക്കാട്ടിലും നന്നായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെഷീൻ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ നൂലിടുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ തന്നെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തും ഓരോ ഇതെങ്ങനെയാണ് നൂല് കൊണ്ടുപോകേണ്ടതെന്ന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമുക്ക് 1 കഴിഞ്ഞ് 2 അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും അതിൻ്റേതായിട്ടുള്ളത് മെഷീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. 5 വരെ കൊടുത്തിട്ടുണ്ട്. അതുവരെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നൂല് സൂചി കൂടെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോയിൽ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന് ഒരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ നമുക്ക് മെഷീനിന് വേണ്ട നൂല്, ബോബിന്, ഗേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബോബിനും ഗേസും ഒക്കെ വരുന്നത്. നമ്മൾ സാധാരണ മെഷീനിലുള്ള ഗേസ് പോലെ തന്നെയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബോബിന് വരുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. മറ്റേതൊരു വേറൊരു ടൈപ്പാണല്ലോ. ഇതിങ്ങനെയാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറേജ് ബോക്സിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം.
പിന്നെ മെഷീൻ്റെ കൂടെ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ സൂചി ഇടാനും ഊരാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രൂ പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ഹെമ്മിങ് ഫ്ലൂട്ടാണ്. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലൂട്ടാണ്. കുട്ടികളുടെ ഉടുപ്പിലും അതുപോലെ തന്നെ ഒരുപാട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻവിസിബിൾ സിബ് വെക്കുന്ന ഫ്ലൂട്ടാണ്. ഇതൊന്നും ഞാൻ പിന്നെ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മൾ നൂല് ഇങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറുതാണ് യൂസ് ചെയ്യണത്. ഇതിങ്ങനെ വലുതായിട്ട് ഉള്ളൊരു സംഭവം ഇത് ഞാൻ അധികം യൂസ് ചെയ്യലില്ല, ചെറുത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൽ. അടുത്തത് വരുന്നത് ബട്ടൺ പിടിപ്പിക്കുന്ന സംഭവമാണ്. ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബട്ടൺ ഹോള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലൂട്ടാണിത്. ഇതും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ സ്ക്രൂ എന്തെങ്കിലുമൊക്കെ മുറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതുപോലെ ഇത് സ്റ്റിച്ചൊക്കെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. അതുപോലെ തന്നെ ഞാൻ ഇത്രയൊക്കെയാണ് എൻ്റെ മെഷീൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൂട്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതായിരുന്നു, ഗാദറിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മെഷീൻ്റെ വിശേഷങ്ങൾ. പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. എനിക്ക് അറിയുന്ന രൂപത്തിൽ. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ എപ്പോഴും ചോദിക്കും, ഇങ്ങനെ മെഷീനെ കുറിച്ച് പറഞ്ഞുതരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ വിട്ട് കൊടുത്താൽ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മെഷീനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തതാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വോയിസിൽ ഉണ്ടാവും, നമുക്കൊന്ന് ക്ഷമിക്കുക. മെഷീനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.